എടി നീ ഇത് കണ്ടോ? 2 ദിവസമായിട്ട് എന്റെ കണ്ണ് തുടിക്കുന്നുണ്ട്. ആർക്കോ എന്നോട് രഹസ്യമായിട്ട് ഇഷ്ടമുണ്ട്. കുറച്ചേലും ബുദ്ധി ഉണ്ടായിരുന്നേ നിന്നെ മന്ന ബുദ്ധിന്നെങ്കിലും വിളിക്കായിരുന്നു. എടി കണ്ണ് തുടിക്കുന്നത് നിന്നോട് ആർക്കോ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അത് നിന്റെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ആയിട്ടാ. നീ ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ട് 2-3 ദിവസമായില്ലേ ലാപ്പിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റിട്ട് തന്നെ. നിന്നെ കാണലേ ഞാൻ വളരെ കുറവാ. അപ്പൊ എന്തുണ്ടാവും? ഈ ലാപ്പും ഫോണും ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നിന്റെ കണ്ണ് നോർമലി അടയുന്നത് കുറയും. അപ്പൊ നിന്റെ കണ്ണ് ഒരുപാട് ഡ്രൈ ആകാനായിട്ടും തുടങ്ങും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കണ്ണുകളുടെ മസിൽസിന് അത് വളരെ സ്ട്രെയിൻ ആണ്. അതുകൊണ്ടാണ് നിന്റെ കണ്ണ് തുടിക്കുന്നത്. പോരാത്തതിന് ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ട് നീ നല്ല സ്ട്രെസ്ഡ് ആണ്, നല്ല ആൻസൈറ്റി നിനക്ക് കാണിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് നീ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. ഇനി ഫുഡിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നീ മര്യാദയ്ക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല. രാവിലെ മുതൽ ആകെ കൂടിയിട്ട് കാപ്പി കൂടി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ കാപ്പിയിൽ ഒരുപാട് കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അതും ഇതിനെ ബാധിക്കും. പിന്നെ ഭക്ഷണം കുറവാകുമ്പോൾ നിന്റെ മെഗ്നീഷ്യം ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. മെഗ്നീഷ്യം ശരീരത്തെ ആവശ്യത്തിന് ഇല്ലെങ്കിലും ഈ കണ്ണ് തുടിക്കും. പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞ് ബെല്ലിസ് പാൽസി, അതുപോലെ തന്നെ പാർക്കിൻസൺ ഡിസോർഡർ, ഒരുപാട് നാളായിട്ട് കഴുത്ത് വേദന ഉള്ളവരാണെങ്കിലും ഇങ്ങനെ സംഭവിക്കും. അതെന്തായാലും നിനക്ക് വരാനായിട്ടുള്ള പ്രായമായില്ല. അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നീ ആദ്യം തന്നെ നിന്റെ സ്ട്രെസ് കാര്യങ്ങളൊന്ന് കുറയ്ക്കുക. നിന്റെ കണ്ണിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് എടുത്ത് കണ്ണടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കണ്ണിൽ ഡ്രൈ ആകുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് കണ്ണ് കഴുകാനായിട്ട് നോക്കുക. അതൊക്കെ ചെയ്തു നോക്കുക. അപ്പൊ ഈ സംഭവം മാറിക്കിട്ടും. അല്ലാതെ നിന്നോട് ആർക്കും പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. ശരി. അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ വലിയ കാര്യത്തില് മനസ്സിൽ ലഡ്ഡും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അല്ല, നിനക്കെങ്ങനെ ഇതൊക്കെ അറിയുന്നേ? എടി, ഞാൻ ആയുർജൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൽ അടിപൊളിയായിട്ട് പറഞ്ഞുതരും. നീയും ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനും ആ പേജ് ഫോളോ ചെയ്യട്ടെ.